താഴെ ഒരു ഷീറ്റ് വിരിച്ചിട്ടേ അലമാരയിലിരിക്കുന്ന തുണിയെല്ലാം പെറുക്കി അടുക്കുവേ. അലമാര പുറത്ത് വെക്കണ്ടേ? വണ്ടി വരുമ്പോ അതൊക്കെയല്ലേ ആദ്യം കേറ്റണ്ടേ? ശരിയമ്മേ. എടി, അടുക്കളയിലിരിക്കുന്ന ആ ഓവനും മീസൈഫും ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചോ. ആ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് അതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കി മാറ്റും. അതെ, ആ സെറ്റിയും മേശയും സോഫയും കസേരയൊന്നും പുറത്തിറക്കി വെക്കണ്ടേ? മഴ പെയ്തെന്ന് അനയത്തില്ലേ അമ്മേ? ആ, കാർ പോർച്ചിലോട്ടും സിറ്റ് ഔട്ടിലോട്ടും ഒക്കെ അടുക്കി വെച്ചാ മതി. ഇതെന്തിനാ ഇതെല്ലാം അടുക്കി പറക്കുന്നേ? ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോവാ. എങ്ങോട്ട്? നീ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറയും. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. എന്നാലും എങ്ങോട്ടാ പോകുന്നേന്നറിഞ്ഞോ? അതൊക്കെ വിജയേട്ടൻ വന്നിട്ട് തീരുമാനിക്കും. തൽക്കാലം നീ പോയി നിന്റെ പണി ചെയ്യും. നിന്നോട് പറഞ്ഞു കേട്ടില്ലേടി? ഇനി ഏത് വീട്ടിലേക്കാ താമസം മാറുന്നേന്ന് പറഞ്ഞൂടെ? അതൊക്കെ സമയമാകുമ്പോ നീ അറിഞ്ഞോളും. നമ്മളിവിടുന്ന് പോവാണോ അമ്മമ്മേ? ആ, പോവാ. നീയേ ആ ഫോൺ അഴിച്ചെടുത്തോണ്ട് ഇങ്ങോട്ട് വാ. ഇനി ഇവിടെ ഫോണിന്റെ ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ വിജയേട്ടാ, റിലീവിംഗ് ഓർഡർ കിട്ടി. ഉടനെ താമസം മാറ്റണമെന്ന്. എടി, അതിനൊക്കെ ഒരു സമയം കാലമില്ലേ? നാളെ തന്നെ ഇവിടുന്ന് താമസം മാറ്റാണെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? എപ്പോഴായാലും പോണ്ടേ? ഇവിടെ ഇനി കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് റിലീവിംഗ് ഓർഡർ കിട്ടിയ ഉടനെ ഞാൻ കൂലിക്കാരെ വിളിച്ച് എല്ലാം അടുക്കി പാക്ക് ചെയ്ത് വെച്ചു. നാളെ വണ്ടി വരുമ്പോ അതിലോട്ടെടുത്ത് കയറ്റിയാൽ മാത്രം മതി. നീ ഇതൊന്നും വിളിച്ചു പറഞ്ഞു പോലുമില്ലല്ലോ, ഇവിടെ ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ട്. വിജയേട്ടന് ഓഫീസിലല്ലായിരുന്നോ? വെറുതെ ജോലിക്കിടയിൽ ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓ, നീ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കി തരാറില്ലല്ലോ അല്ലേ? ടെൻഷന്റെ മാവ് കുഴച്ച് ചപ്പാത്തിയും പൊറോട്ടയും പത്തിരിയും പലതും ഉണ്ടാക്കി തന്ന് മൂക്കറ്റം തീറ്റുന്നവളാ പറയുന്നേ ടെൻഷൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന്.
എനിക്കിതൊന്നും ചെയ്യാനോ ചെയ്യിക്കാനോ അറിയാൻ പാടില്ലെന്നാണല്ലോ വിജയേട്ടന്റെ വിചാരം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചെകിട് നോക്കി പൊട്ടിക്കാൻ വേണ്ടത് ഒരു സർപ്രൈസ്. ആരോട് വെച്ചിട്ടാണ് നീ ഓരോന്ന് ചെയ്തു കൂട്ടിയത്? ഞാൻ വിചാരിച്ചു വിജയേട്ടനൊരു നല്ല വാക്ക് പറയുന്നു. ഭാര്യ വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് ഉത്തരവാദിത്വ ബോധത്തോടെ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ പുകഴ്ത്തിയില്ലെങ്കിലും വേണ്ടില്ല, ഇകഴ്ത്താതിരുന്നാ മതി. ഞാൻ എന്ത് ചെയ്താലും ചീത്ത പറയുന്ന സ്വഭാവം അത്ര നല്ലതല്ല കേട്ടോ. എടീ, ഇതൊക്കെ ഇത്ര ധൃതി വെച്ച് വേണമായിരുന്നു എന്നാ ഞാൻ ചോദിച്ചേ. ഒരു വീട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോ ഒരല്പം സാവകാശമൊക്കെ വേണ്ടേ? മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ ഒരു തയ്യാറെടുപ്പ്. കാണാനുള്ളവരെ കാണുകയും പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യണ്ടേ? കയ്യെ പിടിച്ച് ഇറക്കി വിട്ട മാതിരിയാണോടി ഒരു വീട്ടിൽ നിന്ന് താമസം മാറിപ്പോണേ. ഇവിടെ എന്താ വിജയേട്ടന് ഇത്രയ്ക്ക് സെന്റിമെന്റ്സ്? ഇവിടുന്ന് പോകാൻ മനസ്സില്ലാത്ത പോലെ. ഇതൊക്കെ എന്നോടും കൂടെ ആലോചിക്കണ്ടേ? ഞാൻ ആരാടി നിന്റെ ഭർത്താവ്? ഉദ്യോഗസ്ഥനോ അതോ കാര്യസ്ഥനോ? വിജയേട്ടനോട് ആലോചിച്ചിട്ടല്ലേ എറണാകുളത്ത് വാടക വീടെടുത്തത്? വിജയേട്ടനല്ലേ എഗ്രിമെന്റ് ഒപ്പിട്ടതും അഡ്വാൻസ് കൊടുത്തതും? ഇതൊരുമാതിരി ഒളിച്ചോട്ടം പോലെ, ആരെ അറിയിക്കാതെ, ആരോടൊരു വാക്ക് പറയാതെ. അറിയിക്കാൻ ഇനി സമയമുണ്ടല്ലോ. വിജയേട്ടാ, എനിക്ക് തിങ്കളാഴ്ച എറണാകുളത്ത് ജോയിൻ ചെയ്യണം. എറണാകുളത്തെ വീട് വിജയേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ഇവിടെ താമസിക്കുന്നേ? എടീ, ഈ വീടൊന്നും ഒഴിഞ്ഞു കൊടുക്കണ്ടേ? ഹൗസ് ഓണറോട് പറയണ്ടേ? വീടിന്റെ ചാവി തിരിച്ചേൽപ്പിക്കണ്ടേ? പിന്നെ അഡ്വാൻസ് ഒക്കെ തിരിച്ചു വാങ്ങണ്ടേ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നമ്മൾ ഇവിടുന്ന് താമസം മാറ്റാൻ കാത്തിരിക്കുക പലരും ഇത് വാടകയ്ക്കെടുക്കാൻ. നമ്മൾ എത്രയും പെട്ടെന്ന് പുതിയ സ്ഥലത്ത് എത്തിച്ചേരല്ലേ വേണ്ടത്? അവിടെ ആയിട്ട് ഇണങ്ങണ്ടേ? പാല്, പത്രം, ഇതൊക്കെ നിർത്തണ്ടേടി. പലവ്യഞ്ജനക്കടയിലെ പറ്റ് തീർത്ത് ആ കണക്ക് ക്ലോസ് ചെയ്യണ്ടേ? അതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു വിജയേട്ടാ.